ബലമായ കർത്തൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. സുഭാഷിതം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. Nevertheless, God's solid foundation stands firm, sealed with this inscription: The Lord knows those who are His, and everyone who confesses the name of the Lord must turn away from wickedness. പൗലോസിന്റെ അവസാന കാലങ്ങൾ റോമ കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു. അന്ന് എഫെസോസ് സഭയുടെ ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്ന തിമോഥെയോസിന് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നു. സുവിശേഷ വേലയ്ക്കായി തിമോഥെയോസിനെ ഒരുക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ബാഹ്യശക്തികളിൽ നിന്നുള്ള എതിർപ്പും വ്യാജ ഉപദേഷ്ടാക്കന്മാരും അന്നുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ആത്മീയദോഷം വരുത്തിയ വ്യാജ ഉപദേശകരായ 2 പുരുഷന്മാരെ എടുത്ത് കാട്ടിയതിനു ശേഷമാണ് പൗലോസ് ഈ വാക്കുകൾ എഴുതുന്നത്. ആത്മീയ ക്രമക്കേട്, തെറ്റായ ഉപദേശം, പീഡനം എന്നിവയ്ക്ക് മുന്നിലും ദൈവം സ്ഥാപിച്ച അടിസ്ഥാനം ഉറച്ചു നിൽക്കുന്നു. അടിസ്ഥാനത്തിനൊരു മുദ്രയുണ്ട്. മുദ്ര ഉടമസ്ഥത, ആധികാരികത, സുരക്ഷിതത്വം എന്നിവയെ കാണിക്കുന്നു. 1 തിമോഥെയോസ് 3:15 എഴുതിയിരിക്കുന്നത്: സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന്. പൗലോസ് സഭയെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും എന്ന് വിശേഷിപ്പിക്കുന്നു. സഭയുടെ അടിസ്ഥാനം സത്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അതുമാത്രമല്ല, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ല എന്നും കൂടെ. അതിന്റെ അർത്ഥം വ്യാജ ഉപദേഷ്ടാക്കന്മാർ കൊണ്ടോ ഭക്തിവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ സഭയെ തകർക്കുവാൻ കഴിയുകയില്ല. മുദ്രയായി രൂപപ്പെടുന്ന 2 പ്രസ്താവനകൾ ദൈവിക തിരഞ്ഞെടുപ്പിനെ മനുഷ്യ ഉത്തരവാദിത്വവുമായി ഒന്നിപ്പിക്കുന്നു. ആദ്യത്തേത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പ്രസ്താവിക്കുന്നു. യോഹന്നാൻ 10:14 എഴുതിയിരിക്കുന്നത്: ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. വീണ്ടും കർത്താവ് പറഞ്ഞിരിക്കുന്നത്: എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. പ്രിയമുള്ളവരെ, നമ്മെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മോടൊപ്പമുള്ളത്. അങ്ങനെ കർത്താവിനെ അറിയുന്നവരും കർത്താവ് അറിയുന്നവരും ചെയ്യേണ്ട കാര്യമാണ് 2-ാമത്തേത്. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു. ഏത് അനീതിയും പാപമാണ്. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ സകല അനീതിയും വിട്ടിട്ട് 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിടേണ്ട പാപങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. 1 യോഹന്നാൻ 2:3 എഴുതിയിരിക്കുന്നത്: അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ കർത്താവിനെ അറിഞ്ഞ് അവിടുത്തെ നാമം ഉച്ചരിച്ച് അനീതി വിട്ട് ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ